ഇന്ന് ഒരുപക്ഷെ ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്നലെ ഡൈവ് ചെയ്യാൻ സാധിക്കാതിരുന്ന ഇടത്ത് പോലും ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം എത്തുന്നു. അത്തരത്തിൽ ഒരു തവണ ഒഴുക്കിൽപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു ഫലപ്രദമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യം തന്നെയാണോ നിലവിലുള്ളത്? ഷിരൂർ ദൗത്യത്തിലെ നിർണായകമായ 12ാം നാൾ എന്ന് വേണം ഇന്നത്തെ ദിവസത്തെ വിശേഷിപ്പിക്കാൻ. കാരണം 7ാം ദിവസം മുതൽ തീരുമാനിച്ചതാണ് പുഴയിലിറങ്ങി പരിശോധന നടത്താൻ. അതിനുവേണ്ടി നാവികസേനയുടെ പ്രത്യേക സംഘത്തെയൊക്കെ കഴിഞ്ഞ 5-8 ദിവസങ്ങളായി ഇവിടെ സജ്ജമാക്കി നിർത്തുകയും ചെയ്തതാണ്. പക്ഷേ കാലാവസ്ഥ വലിയ തോതിൽ പ്രതികൂലമായിരുന്നു. 7 നോട്ട്സും 8 നോട്ട്സും ഒക്കെ വേഗതയിൽ അതിശക്തമായ കുത്തൊഴുക്ക് പുഴയിലുണ്ടായിരുന്നു. ഒരു കാരണവശാലും പുഴയിൽ ഇറങ്ങാൻ കഴിയില്ലെന്ന നിലപാടില്, അല്ലെങ്കിൽ അത് അവരുടെ ആത്മഹത്യാപരമായി പോകും അത്തരത്തിൽ പുഴയിൽ ഇറങ്ങിയാൽ എന്ന നിലപാടിലായിരുന്നു അവരുണ്ടായിരുന്നത്, നാവികസേന ഉണ്ടായിരുന്നത്. അങ്ങനെ ആരെയെങ്കിലും സേനാംഗങ്ങളെ അവരുടെ ജീവൻ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുഴയിൽ ഇറങ്ങുന്ന നടപടികളിലേക്ക് പോകാൻ കഴിയൂ എന്ന നിലപാടിലായിരുന്നു നാവികസേന ഉണ്ടായിരുന്നത്. മാത്രവുമല്ല അത് മാത്രമല്ല അതിശക്തമായ കാലവർഷം, ഈ പ്രദേശത്ത് വലിയ മഴ, വീശിയടിക്കുന്ന ചുഴലിക്കാറ്റ്, അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങുക എന്നത് വലിയ റിസ്ക് ആണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പുഴയിലെ വെള്ളം കുറഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ഒഴുക്ക് കുറഞ്ഞാൽ മാത്രമേ പുഴയിൽ ഇറങ്ങാൻ കഴിയൂ. അതിന് ചിലപ്പോൾ ദിവസങ്ങൾ, ചിലപ്പോൾ ആഴ്ചകളൊക്കെ കാത്തിരിക്കേണ്ടി വരുമെന്നായിരുന്നു നമുക്ക് സേനയുടെ ഭാഗത്തു നിന്ന് കിടക്കുന്ന വിവരം. അതിന് പക്ഷേ പ്രതിവിധി എന്ന നിലയ്ക്ക് പല കാര്യങ്ങളും ആലോചിച്ചു. മന്ത്രിമാരുടെ സംഘം ഇവിടെ എത്തുന്നു. അവർ ആലോചന നടത്തി, അവർ ചില ചർച്ചകളൊക്കെ നടത്തി. ഒടുവിൽ പല സംവിധാനങ്ങളും എത്തിക്കുന്നതിനെ കുറിച്ച് പല ഘട്ടത്തിലും ആലോചിച്ചു. പക്ഷേ അതൊന്നും പൂർണ്ണമായും ഫലം കാണാത്ത സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിലാണ് കാർവാർ SP A നാരായണ നിർണായകമായ ഒരു തീരുമാനമെടുക്കുന്നത്. അത് മത്സ്യത്തൊഴിലാളികളെ, സന്നദ്ധ സേവകരായ മത്സ്യത്തൊഴിലാളികളെ മാൽപ്പയിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു എടുക്കുന്നത്. അതൊരു നിർണായകമായ തീരുമാനം എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഇത്രയും കാലമായി, ഇത്രയും ദിവസമായി, 12 ദിവസങ്ങളായി ഏതെങ്കിലും ഘട്ടത്തിൽ എപ്പോഴെങ്കിലും പുഴയിലിറങ്ങി ഒരു ഘട്ടത്തിൽ പോലും പരിശോധന നടന്നിട്ടില്ല എന്ന് ആലോചിക്കണം. അപ്പോഴാണ് ഇതാദ്യമായി ഒരു ടീം, ഒരു സംഘം ഇതാദ്യമായി പുഴയിലേക്ക് എത്തുന്നു എന്നുള്ളത്. ഉടുപ്പിക്കടുത്തുള്ള ഒരു പ്രദേശമാണ് മാൽപ്പ എന്ന് പറയുന്ന തീരദേശ ഗ്രാമം. ആ ഗ്രാമത്തിലെ മനുഷ്യർ ചെറുപ്പം മുതൽ കടലിൽ പോയി, കടലിനോട് പടപൊരുതി മത്സ്യബന്ധനം ഉപജീവനമാർഗമാക്കി മാറ്റിയ കുറെ മനുഷ്യരാണ്. അവർക്ക് വെള്ളവും കുത്തി ഒഴുകുന്ന പുഴയും ഒന്നും അത്രമേൽ അപരിചിതമല്ല. ആ സാഹചര്യത്തിൽ ആണ് അവർ ഈ പല ഘട്ടങ്ങളിലും, നേരത്തെ ചില ഘട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിരവധി തവണ സാഹസികമായി പുഴയിലും കടലിലും അതുപോലെ കായലിലും ഒക്കെ പെട്ടുപോയ നിരവധി ആളുകളെ രക്ഷപ്പെടുത്തിയ ചരിത്രമുണ്ട്, ജീവിതത്തിലേക്ക് തിരിച്ചെടുത്ത ചരിത്രമുണ്ട്. ഈ ടീം ഈ മാൽപ്പയിലെ ഈ ടീമിന്. അങ്ങനെ ടീം ഈശ്വർ മാൽപ്പ എന്ന് പറയുന്ന ഒരു ആളുടെ നേതൃത്വത്തിലുള്ള 8 അംഗ സംഘമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. നമുക്കത് കണ്ടാൽ നമുക്കറിയാം, നിരവധി തവണ, അതായത് 100-ലധികം കേസ് ഹിസ്റ്ററീസ് ഉണ്ട് അവരുമായി ബന്ധപ്പെട്ട്. അതായത് 100-ലധികം സംഭവങ്ങൾ അതിസാഹസികമായി ആളുകളെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഹിസ്റ്ററി ഉണ്ട്. അവർക്ക് നിരവധി ലഭിക്കില്ലെന്ന്, ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ മൃതദേഹങ്ങളൊക്കെ വലിയ കുത്തിയൊലിക്കുന്ന പുഴയിൽ നിന്നും കടലിൽ നിന്നുമൊക്കെ മുങ്ങിയെടുത്ത ചരിത്രമുണ്ട് ഈ മാൽപ്പ ടീമിന്. ആ ടീമാണ് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ഇവിടെ എത്തുന്നത്. രാവിലെ തന്നെ അവരാദ്യം സംസാരിച്ചത് നമ്മളോടാണ്. നമ്മൾ അവരുമായി സംസാരിക്കുമ്പോൾ അവരെ പറഞ്ഞത്, ഇനി വെള്ളം കുത്തിയൊലിക്കുന്നത് നമുക്കൊരു പ്രശ്നമേ അല്ല, ഈ ഒഴുക്ക് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല, അത് നമ്മൾ പരിഹരിക്കും, ആ വിഷയം നമുക്ക് പ്രശ്നമേ അല്ല, അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ പുഴയിൽ ഇറങ്ങും. പക്ഷേ പുഴയിൽ വലിയ ചെളിയാണ്, വലിയ തോതിൽ പുഴ കലങ്ങി മറിഞ്ഞൊഴുകുകയാണ്. വിസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ആ വിസിബിലിറ്റി മാത്രമാണ് ഒരു വിഷയം. മാത്രമല്ല നല്ല രീതിയിൽ ചെളിയും പാറയും മണ്ണും ഒക്കെ അടിഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആ പുഴയിൽ 2 കാര്യങ്ങൾ മാത്രമാകും പ്രതിബന്ധം, തടസ്സം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്.